വെൽക്കം ടു മൈ ചാനൽ ഡെയിലി ഡിവോഷൻസ് വിത്ത് ഷൈനോ മേരി. നമ്മൾ ഇന്നൊരു പുണ്യാളൻ്റെ കഥ കേൾക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ യാക്കോബ് സ്ലീഹ. യേശുവിൻ്റെ അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ്. അദ്ദേഹം ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സെബദി, സലോമി. യോഹന്നാൻ സ്ലീഹ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു. ഗലീലയിലെ ബെത്സൈദ എന്ന സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഒരു ദിവസം യാക്കോബും യോഹന്നാനും മീൻ പിടിക്കുകയായിരുന്നു. അപ്പോൾ യേശു അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ യാക്കോബും യോഹന്നാനും തങ്ങളുടെ വലകളും വഞ്ചിയും മാതാപിതാക്കളെ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അങ്ങനെ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരായി. പത്രോസിനും യോഹന്നാനും ഒപ്പം യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ്. യേശുവിൻ്റെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങൾക്കും അവർ സാക്ഷികളായിരുന്നു. രൂപാന്തരീകരണം, ഗൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചത്, ബെത്സമനയിലെ പ്രാർത്ഥന എന്നിവയിലെല്ലാം അവർ യേശുവിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ യാക്കോബും യോഹന്നാനും അല്പം ധൃതി കൂട്ടുന്നവരും ദേഷ്യക്കാരുമായിരുന്നു. അതുകൊണ്ട് യേശു അവരെ ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിച്ചു. ഒരിക്കൽ യേശുവിൻ്റെ രാജ്യത്തിൽ വലത്തും ഇടത്തും ഇരിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയുമോ? യാക്കോബ് പിന്നീട് ആ വാക്ക് നിറവേറ്റി. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യാക്കോബ് യെരുശലേമിലെ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രധാന നേതാവായി മാറി. യേശുവിൻ്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. സ്പെയിനിലും പോർച്ചുഗലിലും അദ്ദേഹം സുവിശേഷം അറിയിക്കാൻ യാത്ര ചെയ്തു എന്നാണ് വിശ്വാസം. തൻ്റെ ധീരമായ സുവിശേഷ പ്രസംഗം കാരണം യാക്കോബിന് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. AD 44 ഹെറോദ് അഗ്രിപ്പ രാജാവ് അദ്ദേഹത്തിൻ്റെ വാളാൽ വധിച്ചു. ഇതോടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ രക്തസാക്ഷിയാകുന്ന ആദ്യത്തെ ആളായി യാക്കോബ് മാറി. തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ യാക്കോബ് തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണം യേശുവിൻ്റെ പ്രവചനം നിറവേറ്റുന്നതായിരുന്നു. അതായത് യേശുവിൻ്റെ പാനപാത്രം കുടിക്കുകയും അവൻ്റെ സ്നാനം സ്വീകരിക്കുകയും ചെയ്യുക. ഇന്നും വിശുദ്ധ യാക്കോബ് സ്ലീഹ നമുക്കൊരു പ്രചോദനമാണ്. സ്പെയിനിലെയും തീർത്ഥാടകരുടെയും മധ്യസ്ഥനാണ് അദ്ദേഹം. സ്പെയിനിലെ സാന്തിയാഗോ ദി കമ്പോസ്താലയിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. കമിനോ ഡി സാന്തിയാഗോ എന്നറിയപ്പെടുന്ന ഈ തീർത്ഥാടന പാത ലോകപ്രസിദ്ധമാണ്. ജൂലൈ 25 വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടയാളം കക്കയുടെ ചിപ്പിയാണ്. അത് തീർത്ഥാടനത്തെയും സുരക്ഷിതമായ യാത്രയെയും ആതിഥ്യ മര്യാദയെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ ജീവിതം നമുക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിനെ അനുഗമിക്കാൻ തടസ്സങ്ങളെല്ലാം ഉപേക്ഷിക്കുക, കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാവുക, വിശ്വാസ സമൂഹത്തിന് പ്രാധാന്യം നൽകുക, തെറ്റുകൾ സംഭവിക്കുമ്പോൾ സഹായം സ്വീകരിക്കുക, സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ക്രിസ്തീയ ആത്മത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും വലിയൊരു ഉദാഹരണമാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.